Hello peeps, this is Alka Elizabeth Anthony and welcome back to Let's Spot. എനിക്കറിയാം കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല ഡ്യൂ ടു സർട്ടൻ റീസൺസ്. ബട്ട് ദെൻ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും കമൻസ് എല്ലാം വായിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് മോട്ടിവേറ്റഡ് മീ കുറച്ചുകൂടെ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാനായിട്ട്. ഞാൻ ഇനി തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും വീഡിയോസ്. ആൻഡ് നിങ്ങൾ കമൻസിൽ അറിയിക്കുക താഴെ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് ചാപ്റ്റർ ഏത് ചാപ്റ്ററിൻ്റെയാണ് വേണ്ടത്, ഏത് മൊഡ്യൂളിൻ്റെ ആണ്, ഏത് സബ്ജക്റ്റിൻ്റെയാണ്, ഏത് സെമിസ്റ്ററിൻ്റെ ആണ് എന്ന് അറിയിക്കുന്നത് പോലെ ഞാൻ ചെയ്യാം. ഇതിപ്പം എന്നോട് പേഴ്സണലി എനിക്കറിയാവുന്ന 1-2 ജൂനിയേഴ്സ് എന്നോട് ചോദിച്ചു, അപ്പം അങ്ങനെ ഞാൻ എടുക്കുന്നതാണ്. So I thought I'll start with Pearls from the Deep. Pearls from the Deep എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ Two Friends എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി വിച്ച് ഇസ് റിട്ടൺ ബൈ ഗൈ ദ മോപ്പസാന്ത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഗൈ ദ മോപ്പസാന്ത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആള് ഫ്രഞ്ച് ആണ് അല്ലേ. സോ ഇതൊരു ഫ്രഞ്ച് റൈറ്റർ എഴുതിയിരിക്കുന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്റ്റോറീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബേസിക്കലി ഒരു വാർ ടൈം സ്റ്റോറിയാണ്. വാറിൻ്റെ ആ ഒരു സെറ്റിങ്ങിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണിത്. ഇത് ബേസിക്കലി നമ്മുടെ ഫ്രാങ്കോ പ്രഷ്യൻ വാറിൻ്റെ സമയത്താണ്. എന്താ പറയുക, he lived during the time of the Franco-Prussian War. അത് has actually influenced ഈ നമ്മളുടെ റൈറ്ററിൻ്റെ തോട്ട് പ്രോസസ്സസ് and all. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് whenever നമ്മുടെ ഗൈ എന്ന് പറയുന്ന ആള് ഗൈ ദ മോപ്പസാന്ത് എന്ന് പറയുമ്പം ഫ്രഞ്ചിൽ ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ പറയത്തില്ലേ, എന്താ പറയുക, നമ്മൾ മലയാളത്തിലൊക്കെ നല്ല നല്ല ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ പുറകിൽ സ്ഥലപ്പേരെടുത്തില്ലേ, അതുപോലെയാണ് ഗൈ ഓഫ് മോപ്പസാന്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, സോ ഈ ഗൈ ദ മോപ്പസാന്ത് ഒരുപാട് പെൻ നെയിംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പെൻ നെയിംസ് സ്യൂഡോനിംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സ്യൂഡോനിംസിൽ ലൈക്ക് എ ഫ്യൂ ആർ ജോസഫ് പ്രൂനിയ, ഗൈ ദ വോൾമോണ്ട് ആൻഡ് മോഫ്രിക് ന്യൂസ്. ഓക്കെ, പ്ലീസ് ഡു പാർഡൺ മൈ ഹാൻഡ് റൈറ്റിംഗ്, ഇതൊക്കെ പണ്ടത്തെ ഹാൻഡ് റൈറ്റിംഗ്. സോ അതിൻ്റെ ഒരു ഇതുണ്ട്. ഓക്കെ സോ that's I'll start with the story. സ്റ്റോറിയുടെ ഇടയ്ക്ക് I'll tell you എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, അക്കോർഡിംഗ് ടു വാട്ട് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ഞാൻ ഓരോന്നോരോന്നൊക്കെ പറയാം. അതല്ലേ നല്ലത്. അതേപോലെ നിങ്ങൾക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്ക് കാണിച്ച് പഠിപ്പിക്കുന്നതാണോ, അതോ എൻ്റെ മുഖം കാണിച്ച് പഠിപ്പിക്കുന്നതാണോ, അതോ എന്താ PPT കാണിച്ച് പഠിപ്പിക്കുന്നതാണോ, എന്താണ് കംഫർട്ടബിൾ എന്നുകൂടെ കമൻസിൽ അറിയിക്കുവാണെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ഐ മേക്ക് ചേഞ്ചസ് കേട്ടോ. ഓക്കെ, സോ Two Friends. ഓക്കെ, Two Friends എന്ന് പറയുന്നത് ബേസിക്കലി ദ ആർമി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ലിറ്ററൽ ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ഇസ് ദ ആർമി. ദ ഇസ് DUX. The through a quatre cinq six. Okay, that's like 1 2 3 4 5 6. Okay, so the എന്നാണ് ടൂവിന് പറയുന്നത് ആൻഡ് ആർമി AMIS. ഓക്കെ, എന്ന് പറയുമ്പം മെയിൽ ഫ്രണ്ട്സ് എന്നാണ് AMIS വരുമ്പം. MIES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഫ്രണ്ട്സ് എന്നാണ്. ഓക്കെ, വാട്ട് എവർ, ഐ എം നോട്ട് ഗോയിങ് ഇൻ ഫ്രഞ്ച്. അപ്പം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. ഓക്കെ, besieged, Paris wasn't throws of famine. Even the sparrows on the roofs and the bats in the sewers were growing scarce. People were eating anything they could get. As Messier Morrison, watchmaker by profession and idler for the nuns, was strolling along the boulevard one bright January morning, his hands in his trousers pockets and stomach empty, he suddenly came face to face with an acquaintance, Messier Sauvage, a fishing chum. Okay, so എന്താണ് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് ലൈൻ എന്താണ് പറയുന്നത്? പാരീസിൻ്റെ സ്റ്റേറ്റ് ആണ് പറയുന്നത്. പാരീസ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർ നടന്നുകൊണ്ട് തന്നെ പാരീസിൽ എന്താ പറയുക, ഫുഡൊന്നും കഴിക്കാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല. റൂഫ് ടോപ്പ് പാരീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇറ്റ്സ് നോൺ എസ് ഫാഷൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അതേപോലെ തന്നെ ഫാഷൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ഇപ്പം കുറേ ഉണ്ടെന്നെല്ലാം എല്ലാം ഉണ്ട്. ബസ്സിൽ അതേപോലെ എന്താ ലൈറ്റ് സിറ്റി ഓഫ് ദ വേൾഡ് അങ്ങനെ എന്തോ പറയും, സിറ്റി ഓഫ് ലൈറ്റ്സ്. അപ്പം ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അന്നേരം അവിടെ ഒന്ന് ആലോചിച്ചു, അവിടെ ഫുൾ ഇങ്ങനെ സ്പാരോസ് ഒക്കെ ഏതെങ്കിലും റൂഫ് ടോപ്പിലൊക്കെ ഇങ്ങനെ സ്പാരോസ് വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ റൂഫ് ടോപ്പിലൊന്നും സ്പാരോസ് ഇല്ലാതായി. സ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാ ഡ്രെയിനേജ് എന്നൊക്കെ പറയാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയാം. സോ അപ്പോൾ അതും എന്താ പറയുക,
റാറ്റ്സ് പോലും ഇല്ലാതായി സ്യൂവേഴ്സിലൊക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷനായി. മനുഷ്യർക്കൊക്കെ എന്നെ കിട്ടിയാലും അത് അവർ കഴിക്കും അങ്ങനെ. ഓക്കെ, മെസ്സിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ മോറസോ എന്നാണ്. ഓക്കെ, സോ മെസ്സിയ മോറസോ എന്ന് പറയുന്ന ആള് ബേസിക്കലി ഈസ് എ വാച്ച് മേക്കർ. ആ പുള്ളി ഇങ്ങനെ നടക്കുമായിരുന്നു, ഇങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്താ പറയുക, ലീജർ വാക്ക് എന്നാണ് സ്ട്രോൾ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അലോങ് ദ ബൂലെവാർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞി വഴിയുണ്ട് ബിറ്റ്വീൻ മെയിൻ റോഡ്സ്, അതിനാണ് ഈ ബൂലെവാർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ആക്ച്വലി ഒരു ഫ്രഞ്ച് വേർഡാണ്. ഫ്രഞ്ച് ലൈക്ക് വേർഡ്സ് ഫ്രം ഫ്രഞ്ച് ഹാസ് ബീൻ എന്താ പറയുക, നമ്മളിങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഇംഗ്ലീഷിലോട്ട്. അതിലൊന്നാണ് ബൂലെവാർത്ത്. അതേപോലെ അത് വേറെ വേർഡ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്, കാഫറ്റീരിയ, അതൊക്കെ ഫ്രഞ്ച് വേർഡ്സ് ആണ്. അതൊക്കെ നമ്മൾ ലോൺ ചെയ്തിട്ട് ഇറ്റ്സ് കോൾഡ് ലോൺ വേർഡ്സ്. ഓക്കെ, നോട്ട് ഗോയിങ് അത്ര ഡീപ്പായിട്ട്. എനിവേസ്, സോ ഈ മെസ്സിയ മോറസോ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഹി സോ പുള്ളി അറിയാവുന്ന ഒരാളെ കണ്ടു, മെസ്സിയ സൊവാഷ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഫിഷിങ്ങിനൊക്കെ പോകുന്ന അങ്ങനെ കൂട്ടായിരുന്നു. ഓക്കെ, സോ സോറി ഐ എം റിയലി സോറി. ഓക്കെ, so yeah. Before the war broke out, Morrison has been in the habit every Sunday morning of setting forth with a bamboo rod in his hands and a tin box on his back. He took his Argenteuil train, got out of Collins and walked thence to the Isle Marante. The moment he arrived at this place of dreams, he began fishing and fished till nightfall. Every Sunday he met in this very spot Messier Sauvage, a stout, tall little man draper in Rue Notre-Dame-de-Lorette, and also an ardent fisherman. They often spent half the day side by side, rod in hand and feet dangling over the water, and warm friendship had sprung up between the two. Some days they did not speak, at other times they chatted, but they understood each other perfectly without the aid of words, having similar tastes and feelings. So, okay. സോ വാർ നടക്കുവാണ്. വാർ നടക്കുന്നതിന് മുമ്പ് വരെ ഇവർ രണ്ടുപേരും സ്ഥിരം, അതായത് മെസ്സിയ സൊവാജും മെസ്സിയ മോറസോയും കൂടെ ഇവർ രണ്ടുപേരുടെ എന്താ പറയുക, എല്ലാ സൺഡേ രാവിലെയും ഒരാളൊരു ബാമ്പു എന്നാണെന്നറിയാലോ, മുള എന്നല്ലേ പറയണം, മുള കൊണ്ടുള്ള റോഡും ഒരു റോഡ് കയ്യിലും ഒരു ടിൻ ബോക്സ് എന്നാ പുറകിൽ ഇട്ടുകൊണ്ട് നടക്കും. ടിൻ ബോക്സ് എന്തായിരിക്കും, എന്താ പറയുക, ഫിഷിങ്ങിന് വേണ്ട ബേറ്റ്സ് എന്ന് പറയില്ലേ, എന്താ പറയുക, മീൻ പിടിക്കാനായിട്ട് നമ്മളൊരു സാധനം ഹുക്കയിൽ ഇങ്ങനെ കയറ്റി വെക്കത്തില്ലേ, ആ സാധനം ബേറ്റ്, BAIT. ഓക്കെ, ബേറ്റ്സ് ഒക്കെ ക്യാരി ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ഐസ് ബോക്സ് എന്നൊക്കെ പറയും. ഐ മീൻ ലൈക്ക് ഇത് ഐസ് ബോക്സ് അല്ലെങ്കിൽ ടിൻ ബോക്സ് ആണ്, മീനൊക്കെ തിരിച്ചു കൊണ്ടുവരാനും അതിനെല്ലാം കൂടെ ഇവിടെ ടിൻ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവർ രണ്ടുപേരുടെ ആർജന്റീന ട്രെയിനൊക്കെ എടുത്താണ് ഐൽ മറാന്തയിൽ പോകുന്നത്. ഐൽ മറാന്തയിൽ പോവും ഇവർ രണ്ടുപേരും. ഓക്കെ, സോ എന്നിട്ട് ഇവരങ്ങ് ഫിഷ് ചെയ്യാൻ തുടങ്ങി രണ്ടുപേരും. എന്നിട്ട് രാത്രി ലൈക്ക് നൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നവരെ, എന്താ പറയുക, ഇരുട്ടി തുടങ്ങുന്നവരെ ഇവരങ്ങ് ഫിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ എല്ലാ സൺഡേയും ഈ ഒരു സ്ഥലത്താണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, മെസ്സി സൊബാഷ് എന്ന് പറയുന്ന ആൾ ഒരു സ്കൗട്ട് ജോലി ലിറ്റിൽ മാൻ ആണ്. സ്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ് കുറച്ച് ചബി ആണ് ഈ സ്റ്റൗട്ട് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ റൂ നോത്ര-ഡാം-de-Lorette എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് എന്നാണ്. ഓക്കെ, നോത്ര-ഡാം ഇസ് എ ഫ്രഞ്ച് കത്തീഡ്രൽ, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മോണുമെന്റ് ഫ്രാൻസിലെ. ഓക്കെ, സോ അവിടെയാണ് ഈ പുള്ളി ജോലി ചെയ്യണം, ആര്, മെസ്സിയ സൊവാഷ് ജോലി ചെയ്യണം. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ ഫിഷിങ്ങിന് പോയി തന്നെ ഭയങ്കര കൂട്ടായി. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഭയങ്കര കൂട്ടായി. ചില ദിവസം അവർ സംസാരിക്കും, ചില ദിവസം അവർ സംസാരിക്കാറൊന്നുമില്ല. പക്ഷേങ്കിലും ഇങ്ങനെ ഫിഷിങ്ങിന് പോയി തന്നെ ഇവർ ഭയങ്കര ദേ ഹാഡ് എ സ്പെഷ്യൽ ബോണ്ട് ബിറ്റ്വീൻ ദംസെൽവ്സ്. അവർ സംസാരിച്ചാലും ഇല്ലെങ്കിലും ഒരു കൂട്ടുണ്ട്. ഓക്കെ, ഇൻ ദ സ്പ്രിംഗ് about 10 o'clock in the morning, when the early sun caused a light mist to float in the water and gently warmed the backs of the two enthusiastic anglers, Morrison would occasionally remark to his neighbor, "My, but it's pleasant here," to which the other would reply, "I can't imagine anything better." And these words, ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ലൈക്ക് ഭയങ്കര കൂട്ടാണ്. ഇവർ ചുമ്മാ ഫിഷിങ്ങിന് പോയിട്ടാണ് കൂട്ടായതെങ്കിലും ഓരോ ദിവസവും ഇങ്ങനെ എല്ലാ ആഴ്ചയും കാണുമ്പോഴത്തേക്കും അറിയാമല്ലോ, ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ സ്പ്രിങ് അപ്പ് ചെയ്യും. ആൻഡ് ദെൻ എല്ലാ ദിവസവും മിണ്ടണമെന്നൊന്നുമില്ല, ചില ദിവസം മിണ്ടും, ചില ദിവസം മിണ്ടത്തില്ല, അങ്ങനെയൊക്കെ. സോ എന്താ പറയുക, അവർ ഇടയ്ക്കിടയ്ക്ക് ദേ ഹാവ് കോൺവെർസേഷൻസ് ഇൻ ദ കോൺവെർസേഷൻ, അതൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെയും ഓട്ടം സീസണിലുള്ള അവരുടെ കൈൻഡ് ഓഫ് കോൺവെർസേഷൻ. ആൻഡ് അങ്ങനെ ഇവർ രണ്ടുപേരോടെ കൂട്ടിമുട്ടിയപ്പം, ഇവർ രണ്ടുപേരോടെ കണ്ടുമുട്ടിയപ്പോൾ ഇവരിത് ഫുൾ ആലോചിക്കുകയാണ്. ഇവർ പണ്ടിങ്ങനെ
ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഓ എന്ത് നല്ല കാലമായിരുന്നു അത് എന്ന് പറഞ്ഞു. നമ്മളുടെ ഒക്കെ പേരൻസ് ആണെങ്കിലും ഇപ്പം പണ്ടത്തെ എന്നാ അവരുടെ കസിൻസിനെയും അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ പറയത്തില്ലേ, ഓ എന്ത് നല്ല കാലമായിരുന്നു അന്ന് പണ്ട് നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ ആ മാവേ പോയി കല്ലെറിഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ അങ്ങനെയൊക്കെ പറയത്തില്ലേ. അതുപോലെ ബിക്കോസ് ഇവിടെ വാർ നടക്കുന്നത് കാരണം ഇവർക്ക് പണ്ടത്തെ പോലെ ഫിഷിങ്ങിന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരോട് ഇരുന്ന് ഭയങ്കര നൊസ്റ്റോളിയാണ് ഇവർ രണ്ടുപേരോട് കണ്ടുമുട്ടിയപ്പം. ഓക്കെ, സോ ഇവർ രണ്ടുപേരുടെ ഇവർ രണ്ടുപേരോട് സംസാരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇവർ പറയും, അവരിങ്ങനെ സൈഡ് ബൈ സൈഡ് നടന്നു പോകുമ്പോൾ ഇവർ പറയും, ഓ പണ്ടത്തെ കാലം അതൊക്കെയായിരുന്നൊരു കാലം എന്ന് പറയും. ഓ നമുക്കിനി എന്നാ പണ്ടത്തെ പോലെയൊക്കെ ഒന്ന് മീൻ പിടിക്കാൻ പോകാൻ പറ്റുക എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, എന്നാപ്പാ നമുക്ക് പോയി അവിടെ ഒരു സ്മോൾ കെഫേ ഉണ്ട്, നമുക്ക് പോയി കുറച്ച് ആബ്സെൻത്തെ കുടിക്കാം എന്ന് പറയും. എന്നിട്ട് പോയി കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ നടക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും പെട്ടെന്ന് മോറിസോ നിന്നിട്ട് എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ആബ്സെൻത്തെ കുടിച്ചാലോ എന്നാണ്. അപ്പോഴത്തേക്കും നിനക്ക് വേണേ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ അടുത്തുള്ള വേറൊരു വൈൻ ഷോപ്പിലൂടെ കയറുക. എന്നിട്ട് അത് കുറച്ചുകൂടെ ആബ്സെൻത്തെ കുടിച്ച് കഴിഞ്ഞപ്പം ഇപ്പം എന്താ പറയുക അറിയാമല്ലോ, ഒരുപാട് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും താണ്ട അവർ വേറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ എംറ്റി സ്റ്റമക്കിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും നമുക്കൊക്കെ അറിയാമല്ലോ. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക പാമ്പായി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ മലയാളത്തിൽ പറയും അങ്ങനെ. ഓക്കെ, അപ്പോഴത്തേക്കും മെസ്സിയ സൊവാജ് പറയാം, അന്ന് ഒരു കാര്യം ചെയ്യും നമുക്ക് പോയാലോ. അപ്പോഴത്തേക്കും മറ്റേ എങ്ങോട്ട്? ഫിഷിങ് പോവാം. അപ്പോഴത്തേക്കും എവിടെ? നമ്മുടെ സ്ഥലത്ത് പോവാം. അപ്പോഴത്തേക്കും പക്ഷേ നമ്മുടെ ഫ്രഞ്ച് ഔട്ട് പോസ്റ്റൊക്കെ നമ്മളുടെ കൊളംബിൻ്റെ അടുത്താണ് എന്ന് പറയും. അപ്പോഴത്തേക്കും എനിക്ക് കേണൽ ഡ്യുമോളിനെ അറിയാം, അപ്പം പിന്നെ നമുക്ക് പാസ്സൊക്കെ ഒപ്പിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, സോ മോറിസോ എന്താ പറയുക അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ മോറിസോ ഇസ് ഫുള്ളി എക്സൈറ്റഡ്. ഓക്കെ, എന്നിട്ട് ഹീസ് ലൈക്ക് വെരി വെൽ എന്നാ വാ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും 2 വരി പിരിഞ്ഞു. ആൻഡ് ദെൻ പോയി അവരുടെ റോഡ്സും ലൈൻസും ഒക്കെ എടുത്തിട്ട് വന്നു. ലൈക്ക് ചൂണ്ടയുടെ ആ വള്ളിയും എല്ലാം അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, സോ അതൊക്കെ എടുത്തിട്ട് വന്നു. ഓക്കെ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഹൈ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് മീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം അവർ വില്ല നമ്മുടെ കേർണലിലുള്ള വില്ലയിൽ പോയി ആൻഡ് ദെൻ പോയി എന്നാ ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകണം, ഞങ്ങളെപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ചെറിയൊരു സ്മൈലോടെ ഹീ ടോൾഡ് ഓക്കെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പാസ്വേഡ് കൊടുത്തു. എന്നിട്ട് ഇവർ തിരിച്ച് നടക്കാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ദെൻ soon they left the outpost behind them. ഔട്ട്പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ നടക്കാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് സേഫ്. ഇറ്റ്സ് ലൈക്ക് ഔട്ട്പോസ്റ്റ് ഒക്കെ ഇസ് ഗാർഡഡ് ബൈ ഓൾ നമ്മുടെ ആർമി മെൻ. ഓക്കെ, അപ്പം അവിടുന്ന് അകത്തോട്ട് കയറാൻ അവർക്ക് പാസ്വേഡിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവിടുന്ന് പുറത്തോട്ട് അതായത് തിരിച്ച് പാരീസിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പാസ്വേഡിൻ്റെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാണ് ഈ പാസ്വേഡ് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇപ്പം ആ പാസ്വേഡ് ഉണ്ടെങ്കിലേ അകത്ത് കയറാൻ പറ്റൂ. അല്ലെങ്കിൽ അങ്ങനെയാണ്. ലൈക്ക് ഇപ്പം പ്രഷ്യൻസിന് ആണെങ്കിലും ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ അവർക്ക് അകത്ത് കയറാം. മനസ്സിലായോ? അങ്ങനെ അതാണ് ഈ പാസ്വേഡിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, സോ അവർ എന്നിട്ട് അകത്തോട്ട് കയറുവാണ്. അവർ അതിങ്ങനെ ഫുൾ ശ്രദ്ധിച്ചു അപ്പോഴത്തേക്കും പ്രഷ്യൻസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണം. അപ്പോഴത്തേക്കും നമ്മളുടെ ഇവൻ പറയുന്നതാണ്, പ്രഷ്യൻസ് അല്ലേ, അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മീൻ അങ്ങ് അവർക്ക് ഓഫർ ചെയ്യും എന്നാ മെസ്സിയ സൊവാജ് ഫുൾ ഇന്നസെൻസോടെയാണ് പറയുന്നത്. അവർ നമ്മളെ അവരെന്തിനാ വരുന്നത്, നമ്മളെ കൊല്ലാൻ. അപ്പോഴത്തേക്കും നമ്മൾ സ്നേഹത്തോടെ കുറച്ച് മീൻ ഓഫർ ചെയ്യുക. അതൊക്കെ എന്താ പറയുക, ഇറ്റ് ഷോസ് ഹൗ ഇന്നസെൻറ്റ് ദീസ് പീപ്പിൾ ആർ. ഓക്കെ,
സോ യാ അങ്ങനെ. അപ്പം എന്നിട്ടും അവർ നമ്മളെ എന്നിട്ടും അവർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാം. എന്താണേലും എന്താ, നമ്മളിവിടെ വരെ വന്നു, എന്നാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കെയർഫുള്ളായിട്ട് നമുക്ക് മീൻ പിടിക്കാം എന്നാണ് മെസ്സിയ സുഭാഷ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓത്തർ ഉണ്ടല്ലോ ഗൈ ദ മോപ്പാസാന്ത്, ആ പുള്ളി ഒരു ഫ്രഞ്ച് പുള്ളിയാണ്. ഹീസ് ഫ്രഞ്ച്. അപ്പം പുള്ളിന്നൊന്നും പറയാൻ പാടില്ലല്ലോ അല്ലേ, സോറി. അപ്പം സർ ഗൈ ദ മോപ്പാസാന്ത്. ഓക്കെ, സോ ഗൈ വന്നിട്ട് ഓരോ കാര്യങ്ങളും എഴുതുമ്പം എങ്ങനെയാ പറയാം, ഗൈ വന്നിട്ട് ഓരോ കാര്യങ്ങളും എഴുതുമ്പോൾ ഒരു ചെറിയ ഫ്രഞ്ച് ടച്ച് അതിലുണ്ടാകും, മനസ്സിലായോ? ഹീ സപ്പോർട്ട്സ് ദ ഫ്രഞ്ച്. അത് വേണമെന്നല്ലെങ്കിലും, അതുകൊണ്ടാണ് ഫ്രഞ്ചുകാരെ ഇത്ര ഇന്നസെൻ്റ് ആയിട്ട് കാണിക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടർ ഉണ്ടല്ലോ മെസ്സി സുഭാഷിൻ്റെ ആ ഒരു ഇന്നസെൻസ് ആണ് അവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ സോ യാ എന്നിട്ട് അവരതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ കുറച്ചിങ്ങനെ നടന്നൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മോറിസോ നിലത്തോട്ട് ചെവി വെച്ചിട്ട് എന്തിനാ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മളുടെ നമ്മൾ നിൽക്കുന്ന ഇങ്ങോട്ടേക്ക് വല്ല ഫുഡ് സ്റ്റെപ്സും കേൾക്കുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചെവി നിലത്തോട്ട് വെച്ചിങ്ങനെ കേൾക്കുക ടുവേർഡ്സ് ദ ഗ്രൗണ്ട്. ഓക്കെ, അന്നേരം ശബ്ദമൊന്നുമില്ല, അപ്പോൾ എല്ലാം ഓക്കെ എന്നും പറഞ്ഞ് അവരിയ്ക്കുക. എന്നിട്ട് അവർ അയൽ മറാന്തയിൽ അവർ എന്താ പറയുക, അത്യാവശ്യം ഹിഡൻ ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്ന് മീൻ പിടിക്കുക. ഓക്കെ, മെസ്സി സുഭാഷ് ഫസ്റ്റ് ഒരു ഗജ്യനെ പിടിച്ചു. ഗജ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്ക മീനാണ് കേട്ടോ, ഫ്രഷ് വാട്ടർ ഫിഷാണ്. അത് കഴിഞ്ഞിട്ട് മെസ്സിയ മോറിസോ സെക്കൻഡ് മീനിനെ പിടിച്ചു. എന്നിട്ട് അങ്ങനെ കുറേ ഫിഷസിനെ അവർ പിടിച്ചു. അവർക്കൊരു എക്സലൻറ്റ് സ്പോട്ടായിരുന്നു. ഓബ്വിയസ് ആണ്, എന്താണെന്ന് വെച്ചാൽ കുറേ നാളായല്ലോ ഈ വോർ തുടങ്ങിയിട്ട്. അത് കാരണം എന്താ പറയുക, മീനൊന്നും പിടിക്കാൻ ആരും വരാത്തതുകൊണ്ട് ഇഷ്ടംപോലെ മീനാണ്. അതുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്നു, മീനിന് വേണ്ടി ലൈൻ ഇടുന്നു, പിന്നെ അപ്പം ഫിഷസ് കിട്ടും, അങ്ങനെ. ഓക്കെ, സോ അങ്ങനെ അവർക്കിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ താണ്ടെ അവർ ചെറിയൊരു റംബ്ലിങ് സൗണ്ട് കേൾക്കുക. റംബ്ലിങ് ഇൻ ദ ലീവ്സ്, മനസ്സിലായോ? ലീവ്സിലിങ്ങനെ ആൾക്കാർ നടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കില്ലേ, ആ ശബ്ദം കേൾക്കുവാണ്. അപ്പം ഇങ്ങനെ തല തിരിച്ച് നോക്കുവാണ്. എന്നിട്ട് ലെഫ്റ്റ് നോക്കി. എന്നിട്ട് ആ ബാങ്ക്സ് ഓഫ് ദ റിവറിൻ്റെയും ഒക്കെ അങ്ങേ അറ്റം വരെ, കാണാവുന്നതിൻ്റെ ഒക്കെ അങ്ങേ അറ്റം വരെ നോക്കി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു വൈറ്റ് പഫ്, സ്മോക്കിൻ്റെ പുകയുടെ ഒരു വൈറ്റ് പഫ് കാണുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ഒരു പഫ് കൂടെ കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂമി ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. മെസ്സി സുഭാഷ് ഒത്തിരി പേടിച്ചു പോയി. ആൻഡ് ഇങ്ങനെ ഷോൾഡറൊക്കെ ഷ്രഗ് ചെയ്ത്, ഷോൾഡറൊക്കെ ഞാനിവിടെ ഇരുന്ന് കാണിക്കുമോ, നിങ്ങൾക്ക് ഇന്ന് കാണത്തില്ലല്ലോ, ഐ എം സോ സോറി. ഷോൾഡറൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഓക്കെ, ഇതാണ് നമ്മുടെ ഷോൾഡറിന്, ഇതാണ് നമ്മളെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇങ്ങനെ ഷ്രഗ് ചെയ്യും, മനസ്സിലായോ? ഇതാണ് ഷോൾഡർ. ഓക്കെ, ഇവിടെ അങ്ങനെയാണ്, ഇങ്ങനെ ഷ്രഗ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനാണ് ഷ്രഗ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, സോ അപ്പോൾ ഇവർ പറയാം, അപ്പം ഈ ഒരു വൈറ്റ് പഫ് ഓഫ് സ്മോക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറയാം, അവരൊക്കെ എന്ത് പൊട്ടന്മാരാ, അവരിങ്ങനെ ഓരോ മനുഷ്യരെ തമ്മി കൊല്ലാന്നൊക്കെ പറഞ്ഞു, മോശം ഏർപ്പാട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില്ല് കേട്ടോ. മെസ്സിയ സുഭാഷ് പറയാം, ആനിമൽസിനെക്കാട്ടിലും കഷ്ടമാണല്ലോ ഇവരെയൊക്കെ കൊണ്ട് എന്ന് പറയണേ. ത്തേക്കും അങ്ങനെ എന്താ പറയുക,
എന്നിട്ട് പിന്നെ അവർ കുറച്ച് എന്താ പറയുക ലീജർ ടോക്സ് ആണ് ഇത് കൂടുതലും. ഇവിടെ ഗവൺമെൻറ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, റിപ്പബ്ലിക് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അങ്ങനെയൊക്കെ പറയുകയാണേ. അപ്പോഴത്തേക്കും മോറിസോ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് പറയാം, എന്താ അങ്ങനെയൊന്നുമില്ല, കിങ്ങിൻ്റെ അണ്ടർ ആണെന്നുണ്ടെങ്കിൽ വീൽ ഹാവ് ഫോറിൻ വാർസ്, അതേസമയം റിപ്പബ്ലിക്കിൻ്റെ അണ്ടർ ആണെങ്കിൽ വീൽ ഹാവ് സിവിൽ വാർസ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദെൻ ഇവർ രണ്ടുപേരുടെ ദേ സ്റ്റാർട്ട് ഡിസ്കസിങ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ആൻഡ് എവറിത്തിങ്. ലൈക്ക് സാധാരണ ആൾക്കാരെ പോലെ ഇരുന്ന് എന്താ പറയുക ഓരോ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയും. ഇങ്ങനെ ദേ സ്റ്റാർട്ട് ടോക്കിങ്. ഈ ഒരു റോസാപ്പൂവിനെ പറ്റി സംസാരിച്ച് തുടങ്ങി, മരണത്തിനെ പറ്റി തുടങ്ങുമ്പം റോസാപ്പൂവിനെ പറ്റി ആയിരിക്കും സംസാരിക്കുക, പിന്നെ അവസാനിക്കുമ്പോൾ ഇറ്റ് വിൽ ബി അബൌട്ട് ഡെത്ത്. അതുപോലെ എന്താ ഇങ്ങനെ സംസാരിച്ച് ചെയ്യാനായിട്ട് പോകും. അങ്ങനെ നമ്മളൊക്കെ സംസാരിക്കാറില്ല. അതുപോലെ ഇങ്ങനൊരു സെറ്റ് ഓഫ് ടോക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ടേ വന്നു ഒരു ഭയങ്കര വലിയൊരു മനുഷ്യൻ വന്നിട്ട് ക്ലേ പൈപ്പൊക്കെ ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ട്, മറ്റേ ജോസ് പ്രകാശ് എന്നല്ലേ പറയാ, ഇത് ഞാൻ ചോദിച്ചിട്ട് ചിലപ്പോൾ കട്ട് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ താഴെ എഴുതി വെക്കും ഞാൻ ഉദ്ദേശിച്ച ആളാരാണ്. ഈ പണ്ടത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ ക്ലേ പൈപ്പൊക്കെ വെച്ച് ഇങ്ങനെ വരത്തില്ലേ, ആ പുള്ളി ഇങ്ങനെ, പക്ഷേ ആ പുള്ളിയല്ല, ഇത് വേറൊരു ആള് ഇങ്ങനെ വലിയ ഒരു മനുഷ്യനാണ്. ആ പുള്ളിക്ക് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുക, ഹായ് ഹലോ ജെന്റിൽമെൻ, നിങ്ങൾ കുറേ നേരമായി മീൻ പിടിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒക്കെ കിട്ടിയോ, എന്തെങ്കിലും ഭാഗ്യം ഉണ്ടായോ എന്ന് വന്ന് ചോദിക്കുക. നേരം ഒരു സോൾജർ വന്നിട്ട് ഇവരുടെ മീൻ എടുത്തുകൊണ്ട് പോയിട്ടോ, ഒരു ബാഗ് ഫുൾ ഫിഷും എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോഴത്തേക്കും ഇവർ ചിരിച്ചു. എന്നിട്ട് നമ്മളുടെ ആ ജൈൻറ്റ് ഫെല്ലോ ആ പുള്ളി പറയും, നോട്ട് ബാഡ് ഐ സീ, ബട്ട് ദെൻ കൊള്ളാം നല്ല, പക്ഷെ എനിക്ക് നിങ്ങളുടെ ഇതല്ല സംസാരിക്കേണ്ടത്, നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. എൻ്റെ ഒരു അറിവിൽ നിങ്ങൾ രണ്ടുപേരും സ്പൈസാണ്. ഞങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി, ഞങ്ങളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഇങ്ങോട്ട് വിട്ടതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ പിടിക്കും, ഞാൻ നിങ്ങളെ പിടിച്ച് ക്യാപ്ചർ ചെയ്ത് നിങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. നിങ്ങളിവിടെ ചുമ്മാതെ ഫിഷ് ചെയ്യുന്നത് പോലെ പ്രിറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ പറയും. പക്ഷെ നിങ്ങളുടെ സത്യത്തിലുള്ള ഉദ്ദേശം എന്താണ്? ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളുടെ മൂവ്സൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഈ ഔട്ട് പോസ്റ്റിൽ കൂടെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാസ്വേഡ് കാണുമല്ലോ, ആ പാസ്വേഡ് എൻ്റെ അടുത്ത് പറയും, ഞാൻ നിങ്ങളെ തിരിച്ചു വിട്ടേക്കാം. ദിസ് ഇസ് ദ കഥയുടെ ഒരു ജിസ്റ്റ് ഇതാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ ചുമ്മാ അത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ മനസ്സിലായല്ലോ, ഇതാണ് സംഭവം. അപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരുടെ ദൈവമേ ഇങ്ങനെ ഫുൾ പേലായ പറഞ്ഞാൽ മരിച്ചതുപോലെ അങ്ങ് വെളറി വെളുത്തു. ഓ മൈ ഗോഡ്, എനിക്കിത് കിട്ടി. വെളറി വെളുത്ത് ഇങ്ങനെ നിൽക്കുക. എന്നിട്ടിങ്ങനെ വെളറി വെളുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഓഫീസർ പറയാം, ആരും അറിയില്ല, നിങ്ങൾ എന്നാ തിരിച്ചങ്ങ് പോയിട്ട് നിങ്ങളങ്ങ് ഡിസപ്പിയർ ആവും, എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ, ഇവിടെ നിങ്ങൾ പാസ്വേഡ് പറഞ്ഞു എന്നിട്ട് നിങ്ങളങ്ങ് തിരിച്ചു പോക്കോ എന്നൊക്കെ പറയാം കേട്ടോ. മാക്സിമം കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇപ്പോൾ ഈ സ്പോട്ടിൽ ഞാൻ നിന്നെ കൊല്ലും, എന്നാ വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് ആര് പറയുന്നേ, നമ്മളുടെ ഈ ഇപ്പം വന്നേ ആരാ, ജർമ്മൻ സോൾജർ, ജർമ്മൻ ചീഫ്, ആ ജയന്റ് പുള്ളി, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പോഴത്തേക്കും ദ പ്രഷ്യൻ പെർഫെക്റ്റ്ലി കാം വെൻ ഓൺ. ഓക്കെ, whatever. സോ ഇവർ പറയാണ്, ഒരു 5 മിനിറ്റ് ഞാൻ സമയം തരാം, നിങ്ങൾ അവിടെ പോയിരുന്ന് ആലോചിച്ചോ, നിങ്ങൾക്കൊക്കെ ബന്ധുക്കളൊക്കെ ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം,
ഇഷ്ടംപോലെ നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറയാം. അപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഫിഷിങ്ങിന് വന്ന ഈ രണ്ടുപേരും മിണ്ടാതിരിക്കുക. എന്നിട്ട് എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫിഷർമെനും മിണ്ടാതിരിക്കുകയാണ്. അന്നേരം ജർമ്മൻ ആൾ പോയിട്ട് പറയാണ്, ഒരാളുടെ സൈഡിലോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് 1 മിനിറ്റ് തരും, അതിൽ കൂടുതൽ 1 സെക്കൻഡ് പോലും ഞാൻ തരത്തില്ല. നീ ഇപ്പം വേണേ പാസ്വേഡ് പറഞ്ഞോ, ഞാൻ നിൻ്റെ ഫ്രണ്ടിനോട് നീ പറയുന്നത് പറയത്തില്ല, അവൻ ഒരിക്കലും ഇത് അറിയത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കുക. ഈ മോറിസോ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, എന്നിട്ട് ഈ പ്രഷ്യൻ എന്നാൽ പിന്നെ മെസ്സി സൊവാജിൻ്റെ സൈഡിൽ പോയിട്ട് ഇതേപോലെ സെയിം സംഭവം പോയി പറഞ്ഞു. ഓക്കെ, ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പാസ്വേഡ് കിട്ടിയാൽ മതി. ഇവരെ കൊന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. പാസ്വേഡ് കിട്ടിയാലും കൊല്ലും, അത് ഓബ്വിയസ് ആണ്, ഉറപ്പുള്ള കാര്യമാണ്. ഇവർ സൈഡ് ബൈ സൈഡ് നിന്നു. എന്നിട്ട് ഇങ്ങനെ ഒക്കെ എന്നാ പൊക്കി മാക്സിമം ഇവരെ കൊണ്ട് പാസ്വേഡ് പറയിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ മീൻ, അത്രയും മീനെ പിടിച്ചില്ലേ, ആ മീനിൻ്റെ ഒക്കെ ലൈഫ് പോകുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ലൈഫ് പോയി. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മുടെ മെസ്സിയ മോറിസോ പറയാണ്, ഗുഡ് ബൈ മെസ്സിയ സൊവാജ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഗുഡ് ബൈ മെസ്സിയ മോറിസോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഓഫീസർ ഫയർ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ എന്താ പറയുക, അവിടെ കുറേ സോൾജേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എത്ര പേരായിരുന്നു? 12 ആൾക്കാർ. കാരണം 12 ഷോട്ട്സ് ആണ് വരുന്നത്. അപ്പം ഒരുപോലെ ഒരേ സ്വരത്തിൽ 12 ഷോട്ട്സും അടിക്കും. ആൻഡ് ദെൻ ഇവർ രണ്ടുപേരും മരിച്ചു. ഓക്കെ, സോ ഇതായിരുന്നു കഥ. സത്യം പറയാലോ, ഇത്ര ഉള്ളു കഥ. സോ ഈ 2 സോൾജേഴ്സും രണ്ട് സോൾജേഴ്സ് മോറിസോൻ്റെ കയ്യിലും തലയിലും കാലിലും അതേപോലെ തന്നെ സൊവാജിൻ്റെയും ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ കൊണ്ടുപോയി അവിടെ ഉള്ള സ്ട്രീമിലോട്ട് കൊണ്ടുപോയി, ഇവർ ഫിഷിങ്ങിന് വേണ്ടി വന്നില്ലേ, ആ സ്ട്രീമിലോട്ട് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും വെള്ളം കുറച്ച് സ്പ്ലാഷൊക്കെ ആയി. ആൻഡ് ദെൻ ആ സ്ട്രീമിൽ ഇവർ പോയി. ഓക്കെ, ഇവരങ്ങ് ഇതായിപ്പോയി. സോ അതാണ് ഈ കഥ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് പറയും ഇവരെ കൊന്നിട്ട് ഇവരെ വെള്ളത്തിലോട്ട് ഇട്ടതുപോലെ തന്നെ ഇവരിപ്പോൾ പറയും ഇനി ചാൻസ് എന്ന് പറഞ്ഞാൽ ആ ഫിഷസിൻ്റെ ആണ്, ഇത്രയും മീനൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒത്തിരി സന്തോഷമായി എന്നുള്ള രീതിയിൽ ഈ മീനെയെല്ലാം ഇവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മീനെയെല്ലാം എനിക്ക് വറുത്ത് തരാൻ എന്ന് പറയുമ്പം ഇവർ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇവരെ വറക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സഫറിങ് ഇല്ലല്ലോ. പക്ഷെ അതില്ലാതെ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊല്ലാതെ തന്നെ അവരെ ഫ്രൈ ചെയ്ത് കഴിക്കണം എന്നാണ്. അതിവിടെ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷ്യൻസ് അത്രയ്ക്കും ക്രൂവൽ ആൾക്കാരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ യാ ദാറ്റ് വാസ് ദ സ്റ്റോറി 2 ഫ്രണ്ട്സ് ബൈ ഗൈ ദ മൗപാസന്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ you know what to do, please do give it a like. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക, ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്ലീസ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് അതേപോലെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. ഓക്കെ, പിന്നെന്താ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഞാൻ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, അതേപോലെ വാട്ട് ഓൾ എഡിഷൻസ് ഐ ഷുഡ് ആക്ച്വലി മേക്ക്, അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഐ മേക്ക് ഷുവർ ഐ ആൻസർ ഇറ്റ്. ഓക്കെ, സോ യാ, ബൈ ബൈ, ടു ഡോസ്.